ഹലോ, ഇതാ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് വരിക്കാശ്ശേരി മന. അപ്പോൾ ഇത് മനയല്ല കേട്ടോ, ഇത് മനയുടെ ഓഫീസാണ്. അതായത് വരിക്കാശ്ശേരി മനയുടെ റൈറ്റ് സൈഡിലായിട്ട് വരുന്നൊരു ഓഫീസാണ്. ഇവിടെ ആർക്കും പ്രവേശനമില്ല. അതായത് അതിൻ്റെ ബാക്ക് വശമാണ്. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ആറാം തമ്പുരാനകത്ത് മഞ്ജു വാര്യരുടെ വീടായിട്ടൊക്കെ കാണിക്കുന്ന, എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗമാണ് ഈ ഒരു മനയുടെ ഓഫീസും കാര്യങ്ങളൊക്കെ. മെയിൻ വീട് കാണിക്കുന്നത് മോഹൻലാലിൻ്റെ തറവാട് കാണിക്കുന്നത് വരിക്കാശ്ശേരി മന. ഈ മഞ്ജു വാര്യർ താമസിക്കുന്ന വേറെ ചെറിയ തറവാടിൻ്റെ ഒരു ഭാഗത്താണല്ലോ. അപ്പോൾ അതാണ് ഇവിടെ. പിന്നെ ഞാൻ ഫസ്റ്റ് മുമ്പേ പഴയ വീഡിയോയിൽ ഇങ്ങനെ കയറി വരുന്നൊരു ഭാഗം കാണിച്ചില്ലേ, രണ്ട് സൈഡിൽ കൂടെ ഇങ്ങനെ കയറി വരുന്നൊരു സ്റ്റെപ്പ്. ആ സ്റ്റെപ്പിൽ വെച്ചിട്ടാണ് മഞ്ജു വാര്യർ നമ്മുടെ ചിത്രയെ തല്ലുന്ന ഒരു സീനുണ്ടല്ലോ, അതൊക്കെ കാണിക്കുന്ന ആ ഒരു ഇവിടെ വെച്ചിട്ടാണ്. പിന്നെ അതാ ഇവിടുന്ന് കാണുന്നത് മനയാണ്. മനയുടെ മുറ്റത്ത് ഒരുപാട് ഷൂട്ടിങ്ങൊക്കെ നടന്നതാണ്. രാപ്പകൽ സിനിമയ്ക്കകത്ത് നയൻതാര ആനയുടെ പുറത്ത് കയറുന്നതൊക്കെ ഈ മാവിൻ്റെ ചോട്ടിൽ വെച്ചിട്ടാണ്. അതേപോലെ തന്നെ ഗീതു മോഹൻദാസ് കവിത എഴുതുന്നത്, അങ്ങനെ കുറേ സീൻസുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇവിടെ വെച്ചിട്ടാണ്. പിന്നെ ആറാം തമ്പുരാനകത്ത് പറയണ്ടല്ലോ, കുറേ സീനിനകത്ത് ഈ ഒരു സിനിമ കാണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, കുറേ സിനിമകളുടെ ഓർമ്മകളാണ് ഇതൊക്കെ. പിന്നെ അവിടെ നമ്മൾ മനയിൽ കയറുന്നതിന് മുമ്പേ നമ്മൾ കുളം കാണാനായിട്ട് പോയി. അത് ഇതാ ഈ പറഞ്ഞ ഓഫീസാണ്. ഇത് ഓഫീസിലോട്ട് ആർക്കും പ്രവേശനമൊന്നുമില്ല. അപ്പോൾ അവരാണ് ഈ ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളും പിന്നെ ടൂറിസത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഈ ഓഫീസിൽ നിന്നാണ്. അപ്പോൾ ഒരു പൂച്ച ജെല്ലിൽ കൂടെ കയറിപ്പോകുന്ന ഞങ്ങൾ കണ്ടു. അവിടുന്ന് നേരെ ഞങ്ങൾ പോകുന്നത് ഈ മനയുടെ തന്നെ കുളത്തിലേക്കാണ്. അവിടേക്ക് നമ്മൾ എന്താ പറയുക, ഇൻ്റർലോക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ മഴ ആയതുകൊണ്ട് അത്യാവശ്യം ചെളിയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ, വരിക്കാശ്ശേരി മന ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്. നട തുറക്കൽ രാവിലെ 5:30 തൊട്ട് വൈകിട്ട് 9 മണി വരെ. വൈകുന്നേരത്തെ സമയം ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതാ ഈ കുളത്തിലോട്ടൊന്നും ആർക്കും പ്രവേശനമൊന്നുമില്ല. വലിയ കുളമാണ്. ആറാം തമ്പുരാനകത്തൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ മിക്ക സിനിമയിലും ചില സെറ്റുകളൊക്കെ അവിടെ തന്നെ ഇടുന്നുണ്ട്. കാരണം നമ്മൾ കാണുന്ന ആ കൽപ്പടമൊന്നും ഇവിടെ കാണാനില്ല. ചിലപ്പോൾ അതൊക്കെ സെറ്റിട്ടായിരിക്കും. പിന്നെ നമ്മുടെ കാവിലെ ഭഗവതി ഇറങ്ങി വന്നത് ഞാൻ വിചാരിച്ച് ഈ അമ്പലത്തിൽ വെച്ചിട്ടായിരിക്കുന്നത്, പക്ഷേ അല്ല, അത് വേറൊരു അമ്പലത്തിൽ, ഇതിന് അടുത്ത് തന്നെയുള്ള വേറൊരു ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ആ ഒരു സീനൊക്കെ എടുത്തിരിക്കുന്നത്. അതാ ഇവിടെയൊക്കെ പൂട്ടിയിട്ടേക്കാണ്, ആർക്കും പ്രവേശനമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുളക്കടവൊന്നും അങ്ങനെ വലിയ ഇതായിട്ടൊന്നും കാണാനായിട്ടൊന്നുമില്ല. കാരണം സിനിമയിലൊക്കെ കാണുന്ന പോലുള്ള ആ കുളക്കടവൊന്നും ഞാൻ കണ്ടില്ല. നമ്മുടെ എന്താ പ്രിയാരാമനും മോഹൻലാലും കൂടെ അവിടെ ഇരിക്കുമ്പോൾ മഞ്ജു വാര്യർ ദേഷ്യപ്പെട്ട് പെട്ടെന്ന് കുളിക്കാൻ വരുന്നത്, അങ്ങനെയൊക്കെ ആ ഒരു ഇതൊന്നും ശരിക്കും ഈ കുളത്തിൽ തന്നെയാണ് ചിലപ്പോൾ അവർ സെറ്റ് ഇട്ടിട്ടുണ്ടാവും. അതൊന്നും ഇവിടെ കാണാനായിട്ടൊന്നും പറ്റിയില്ല. അവിടുന്ന് നമ്മളിങ്ങനെ നടന്ന് വീണ്ടും മനയുടെ മുറ്റത്തേക്കാണ് കയറുന്നത്, ആ സൈഡിലോട്ട്. അപ്പോൾ അവിടെ വലിയൊരു ബിൽഡിങ് പണിയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ഫോട്ടോ സെക്ഷനൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു വലിയ ഓഡിറ്റോറിയം പണിയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചില ഫങ്ഷൻസൊക്കെ അവിടെയാണ് വെച്ച് നടത്തുന്നത്. പണി നടക്കുന്നേ. പക്ഷേ ഇന്ന് ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ഏതോ വക്കീലന്മാരുടെ പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ അപ്പോൾ അവിടെ പ്രോഗ്രാംസൊക്കെ വെക്കേണ്ടവർക്ക് വെക്കാം. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ സിനിമ സെറ്റിലാണ് ആണെങ്കിൽ യൂണിറ്റി എന്നുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുന്നതും കഴിക്കുന്നതൊക്കെ അവിടെ വെച്ചിട്ടായിരിക്കും. വലിയൊരു ഇതാണ് കേട്ടോ, വലിയൊരു ഹോള് പോലെയാണത്. പിന്നെ അവിടെ ബാത്റൂമും സൗകര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് വരുന്നത് കുളക്കടവ് എന്ന് പറയുന്നത്. പക്ഷേ ഈ കുളക്കടവൊന്നുമല്ല നമ്മൾ സിനിമയിൽ കാണുന്നത്. അത് കുറച്ചുകൂടെ വലുതാണ്, കുറച്ചുകൂടെ പഴയ രീതിയിലുള്ള ഇതാണ്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ സെറ്റിട്ടതായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ ഈ ഹോള് പണിയുന്നത് ഇതാണ്. അപ്പോൾ അത് വരുന്നത് ആ ഹോളിൻ്റെ സൈഡിലായിട്ട് വരുന്നത് നമ്മുടെ മനയുടെ അടുക്കളയാണ്. അപ്പോൾ നമുക്കിനി നേരെ മനയിലോട്ട് പോകാം. അപ്പോൾ മന കാണാൻ വരുന്നവർക്ക് ബാത്റൂം സൗകര്യം, അതുപോലെ തന്നെ ഫുഡ്, അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് വാങ്ങിച്ച് കഴിക്കാനുള്ള ചെറിയ രീതിയിൽ കടികളൊക്കെ കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതായത് വരുന്നത് ഒരു പഴയ കിണറാണ്. അതായത് ഈ മനയോട് ചേർന്ന് തന്നെയായിട്ടാണ് ഈ വലിയൊരു കിണർ വരുന്നത്. അത് അടച്ചിട്ടൊക്കെയാണ്, ഉപയോഗത്തിലൊന്നുമില്ല. വെള്ളമൊക്കെ വളരെ ചീത്തയായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മനയുടെ ഫ്രണ്ട് വശം ഇതാണ്. ഇവിടെ എപ്പോഴും ഫോട്ടോ സെക്ഷനാണ് കേട്ടോ. നമ്മളതൊരു പോകുമ്പോഴേ എപ്പോഴും എല്ലാവരും ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞ് ഭയങ്കര അലമ്പായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവൻ അത്ര സമയം പുറത്തോടെ ചുറ്റിക്കറങ്ങി കളിച്ചിരിച്ച് നടന്നിട്ട് പെട്ടെന്ന് ഉള്ളിൽ കയറുക എന്ന് വിചാരിച്ചപ്പോൾ അവൻ പറഞ്ഞു വരുന്നില്ല എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഞങ്ങൾ പിടിച്ച് വലിച്ചുകൊണ്ട് പോയി. പിന്നെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ അവന് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അത് ആ മെയിൻ ഡോറിൻ്റെ അവിടെ നല്ല കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഡോറ് പലർക്കും പരിചയം കാണും. ആറാം തമ്പുരാന്, ഞാൻ തമ്പുരാനെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ട് മോഹൻലാൽ തമ്പുരാനായിട്ട് ഇറങ്ങി വരുന്ന ആ ഡോറ് തുറന്നിറങ്ങി വരുന്ന ആ ഒരു ഡോറാണിത്. രണ്ട് സൈഡിലും ഇങ്ങനെ എന്താ പറയുക, ഈ ചുമചിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കയറിപ്പോയത് വേറൊരു വാതിലിൽ കൂടെയാണ്, റൈറ്റ് സൈഡിലുള്ളൊരു ചെറിയ വാതിൽ കൂടെ കയറിപ്പോയത്. അപ്പോൾ അവിടെ കുറേ എല്ലാവരും ഫോട്ടോസൊക്കെ ആ ഡോറിൻ്റെ ഫ്രണ്ടിൽ എടുക്കുന്നതുകൊണ്ട് നമ്മൾ അതുവഴി കയറാഞ്ഞത്. അപ്പോൾ ഇതിങ്ങനെ കയറി വരുമ്പം ഇതാ 4 കെട്ട് എന്നൊക്കെ, 4 കെട്ടല്ലേ, ഇത് 8 കെട്ടാന്ന് തോന്നുന്നു, മുകളിലും ഉണ്ട്. അപ്പം അത് കണ്ട ഫുൾ ടൈം ഇങ്ങനെ എന്താ പറയുക, പഴയ രീതിയിൽ ഇതും ഒരുപാട് സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. രാപ്പകലിനകത്തൊക്കെ ഒരുപാട് കാണിക്കുന്നുണ്ട്, ആറാം തമ്പുരാനകത്തും ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ തുളസിത്തറയാണെങ്കിലും
ഒരുപാട് സിനിമയെ കാണിക്കുന്നുണ്ട്. തുളസിത്തറയിൽ തുളസിയൊന്നും അല്ല, അതിൽ വേറെ കുറേ ചെടികൾ, റോസും അങ്ങനെയൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അത് കാണുന്നത് ഒരുപാട് പാട്ടിനകത്തും ഒരുപാട് സിനിമയ്ക്കകത്തൊക്കെ നമുക്ക് സുപരിചിതമായിട്ടുള്ള സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ അടുക്കളയിലോട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു ഭാഗം കാണുമ്പോഴേ പല സിനിമകളും പല പാട്ടുകളും നമുക്ക് മനസ്സിൽ ഇങ്ങനെ വരും. അപ്പോൾ ഇപ്പോൾ ഇങ്ങോട്ടൊന്നും പ്രവേശനമില്ല, കാരണം സെക്യൂരിറ്റിയുടെ പ്രശ്നം കൊണ്ട് ചിലർ മുകളിലൊക്കെ കയറിയിട്ട് താഴെ വീഴാനൊക്കെ അങ്ങനെ ബുദ്ധിമുട്ട് വരും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും മുകളിലോട്ടൊന്നും നമ്മളെ കയറ്റി വിടുന്നേ ഇല്ല. സ്റ്റെപ്പുള്ള സൈഡിലൊക്കെ റൂമുകളെല്ലാം അടച്ചിട്ടേക്കാണ്. നമുക്കപ്പോൾ അടുക്കള കാണാം, ചെറിയ 2-3 റൂംസൊക്കെ കാണാം, അല്ലാണ്ട് മുകളിലോട്ട് കയറാൻ ആ റൂമുകളെല്ലാം അടച്ചിട്ടേക്കുക. പിന്നെ ഈ സ്ഥലത്തും ഇരിക്കാം, അത്രയൊക്കെ ഉള്ളിൽ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അത് അവനിവിടെ വെള്ളം കണ്ടപ്പോൾ ഫുൾ വെള്ളത്തിനകത്ത് ചാടിക്കളിച്ച് നടക്കായിരുന്നു. ഉടുപ്പ് മുഴുവൻ അഴുക്കാക്കിയിട്ടാണ് വന്നത്. അപ്പം ഞങ്ങളിവിടെ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തു. കൂടെ കളിക്കാൻ ആളെ കിട്ടിയപ്പോൾ അവൻ വീണ്ടും ചെളിവെള്ളത്തിന് കയറാതായി. പിന്നെ ഞങ്ങൾ അവൻ്റെ വഴിക്ക് വിട്ടു, കാരണം വിളിച്ചാൽ തിരിച്ചവൻ അതേ വഴി പോകുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. 6-ാം തമ്പുരാനകത്ത് ഞാനൊരു സീൻ പറഞ്ഞുതരാം. അതായത് ഇന്നസെൻ്റ് പോലീസായിട്ട് വന്നിട്ട് മോഹൻലാലിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് വരുമ്പോൾ പെട്ടെന്ന് മന്ത്രി ആരോ വിളിക്കുന്നതും അപ്പോൾ അറസ്റ്റ് ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുന്ന അങ്ങനെയൊക്കെ ഒരു സീനുണ്ട്. എൻ്റെ ഓർമ്മയിലുള്ളൊരു സീനാണ്. ആ സീനൊക്കെ ഇവിടെ വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെ കുറേ പാട്ടിനകത്തൊക്കെ ഈ ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ പോകാം, അല്ലാതെ ലെഫ്റ്റ് സൈഡിൽ കൂടെ അടുക്കളയിലോട്ട് പോകാം. ഇതിങ്ങനെ ഒരു റൂം പോലെയാണ്. ആ റൂമിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ അടുക്കളയിലോട്ട് നേരെ ഇറങ്ങാനായിട്ട് പറ്റും. അപ്പോൾ റൂമുകളൊക്കെ എന്ന് വെച്ചാൽ ഒന്നുമില്ല, അതിൽ റൂമിലെ ഫർണിച്ചേഴ്സ് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇത് കണ്ട സൂര്യ നമസ്കാരം ചെയ്യുന്ന ഒരു പ്രതിമയല്ല, ഒരു രൂപം ഞാൻ പറഞ്ഞ 4 അവിടെയായിട്ടും ഉണ്ട്. ആ തുളസിത്തറയൊക്കെ ഇരിക്കുന്ന അതേ സൈഡിലായിട്ട് ഇങ്ങനെ ഉണ്ട്. അപ്പം നമ്മൾ അടുക്കളയിലോട്ട് പോകുന്നൊരു സ്ഥലമാണിത്. അവിടെ തറയൊക്കെ വളരെ മുഷിഞ്ഞല്ല, പഴയതാണല്ലോ. പിന്നെ അതേ മച്ച് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. തറയൊക്കെ ഇങ്ങനെ മണ്ണാണിത്. പിന്നെ കുറേ സ്ഥലങ്ങളൊക്കെ ചെതലരിച്ച് അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. ഒരുപാട് പഴയതായിരിക്കുമല്ലോ, അപ്പോൾ പല സാധനങ്ങളൊക്കെ നശിച്ചൊക്കെ പോയിട്ടുണ്ട്. പിന്നെ കുറച്ചൊക്കെ അവർ നിലനിർത്താൻ നോക്കിയിട്ടുമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വിശാലമായ ഷോറൂമായ അടുക്കള, വലിയ അടുക്കള. ഈ അടുക്കള രാപ്പകൽ സിനിമയ്ക്കകത്ത് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം മമ്മൂട്ടി ഇതായിട്ട് നിന്ന് അരയ്ക്കുന്നതും പിന്നെ വെള്ളം കോരുന്നത് അങ്ങനെ കുറേ സീനുകൾ കാണിക്കാം. ഈ പഴയതായി ഞാൻ ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനൊരു കിണർ, അടുക്കളയിൽ നിന്ന് തന്നെ വെള്ളം കോരാൻ പറ്റുന്നത്. ഈ ഒരു കപ്പി, നമ്മുടെ പഴയ മോഡൽ കപ്പിയില്ലേ, ഇതിനെന്താ പറയുക, ഞങ്ങളുടെ അവിടെയൊക്കെ കപ്പി എന്നാണ് പറയുന്നത്. അപ്പം കപ്പിയും കയറും എന്ന് പറയും. അപ്പോൾ അത് 2 സൈഡിലും ഉണ്ട് കേട്ടോ. ഈ സൈഡിലും ഉണ്ട്, ആ സൈഡിൽ നിന്ന് 2 സൈഡിൽ നിന്ന് വെള്ളം കോരാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് വന്നത് പഴയ വാഷ് ബേസിൻ എന്നൊക്കെ പറയാവുന്ന വാഷ് ബേസിനാണിത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഓരോ സൈഡിലും ഇങ്ങനെ അമ്പലത്തിലൊക്കെ വിളക്ക് പോലെ വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് നമുക്ക് വിളക്ക് തീ കത്തിക്കാനൊക്കെയുള്ളൂ. ഇതാണ് അടുപ്പ് പിന്നെ നമുക്ക് സുപരിചിതമാണ്. ഞങ്ങളുടെ വീട്ടിലൊക്കെ അടുപ്പുള്ളതുകൊണ്ട് നമുക്ക് അടുപ്പ് അങ്ങനെ അത്ര വലിയ നമ്മൾ പഴയ അങ്ങനെ ഓർമ്മ അങ്ങനെയൊന്നുമില്ല, ഇപ്പോഴും ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ആട്ടുകല്ലൊക്കെ എന്ന് പറഞ്ഞാൽ ചേച്ചി ഇങ്ങനെ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയാണ് അരയ്ക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം ഈ കുഞ്ഞുങ്ങൾക്കൊന്നും അതൊന്നും അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ. അപ്പം ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തോടു കൂടി അതൊക്കെ പോയി. ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ അമ്മ അരയ്ക്കുന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ആട്ടുകല്ലയിലൊക്കെ അരയ്ക്കുന്നത്. അപ്പോൾ അതൊക്കെ പോയല്ലോ, ഇപ്പോൾ ഒന്നും ആട്ടുകല്ലൊന്നും ഉപയോഗിക്കുന്ന ആരുമില്ലല്ലോ. അപ്പോൾ ഇതിപ്പം അങ്ങനെ ഒരു സ്റ്റെപ്പ് പോലെയുണ്ട്, അത് മച്ചിൻ്റെ മുകളിൽ സാധനങ്ങളൊക്കെ വെക്കാനുള്ളതായിരിക്കും. അവിടെ ഇങ്ങനെ ഒരു സ്പേസ് പോലെയുണ്ട്. പിന്നെ ചെറിയ സ്റ്റോറേജ് സ്പേസ് പോലെ ചെറിയ അലമാരകളുണ്ട്. ഞാൻ പറഞ്ഞില്ല 2 സ്ഥലത്തും ഇതുപോലെ തന്നെ കപ്പിയും കയറിയിട്ടുണ്ട്. ഇവിടുന്നും അടുക്കളയിൽ നിന്നും ഈ ഒരു ചെറിയൊരു പാത്തിയിൽ നിന്നും നമുക്കിങ്ങനെ വെള്ളം കോരാനായിട്ട്. കുറച്ച് മുന്നേ ഒരു അടുക്കള കണ്ടു, അതേപോലെ വേറൊരു അടുക്കള കൂടിയുണ്ട്. ആ അടുക്കള എന്ന് പറഞ്ഞാൽ വലിയ അടുപ്പാണ്, വലിയ അടുപ്പുകൾ 3-4 ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു ഈ വലിയ കല്യാണമോ അങ്ങനെ വലിയ പ്രോഗ്രാംസൊക്കെ വലുത് നടക്കുമ്പോഴുള്ള ഉപയോഗിക്കാനുള്ള അടുപ്പുകളാണ്. തറയിൽ തന്നെയാണ് അടുപ്പുകൾ, വലിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഇങ്ങനെ ഒരു വിറക് പുര പോലെയുണ്ട്, കുറച്ച് വിറകൊക്കെ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു പണ്ട് കാലങ്ങളിലൊക്കെ ഫങ്ഷൻസൊക്കെ വീടുകളിൽ വെച്ചിട്ടാണല്ലോ. അപ്പോൾ ഒരുപാട് പേർക്ക് ചോറും കറിയൊക്കെ വെക്കണമെങ്കിൽ ഇവിടെയാണ് അതിൻ്റെ സെക്ഷൻ ഇവിടെയാണെന്നാണ് തോന്നുന്നത്. കാരണം വലിയ അടുപ്പുകളാണ്. പിന്നെ ഈ ഊതുന്നതും അതുപോലെ തന്നെ ഞങ്ങളിങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ കുഞ്ഞിനിത് പരിചയമുണ്ട്. കാരണം എന്ന് വെച്ചാൽ വീട്ടിൽ പോകുമ്പോൾ ഞങ്ങൾ അടുപ്പ് കത്തിക്കുമ്പോൾ ഇങ്ങനെ കുഴലിലൂടി ഇങ്ങനെ ഊതാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവനതിങ്ങനെ ഊതി കാണിക്കുകയൊക്കെ ചെയ്യുകയാണ്.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 90 കിഡ്സാണ് ഞങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ കാലഘട്ടവും കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ പുതിയ കാലഘട്ടവും രണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 2K കിഡ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാം പുതുമയാണ്. കാരണം അവർക്ക് ഇതൊക്കെ ഒന്നും അനുഭവിക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് പഴയ കളികളാണെങ്കിലും അത് ഇപ്പോൾ എല്ലാവരും ഫോണിലും ഒക്കെ, പുതിയ തലമുറയ്ക്ക് പോലും കുറേയൊക്കെ ഫോണിലൊക്കെ ആണല്ലോ. അപ്പോൾ നമ്മളിത് 90 കിഡ്സാണെന്ന് തോന്നുന്നു ലാസ്റ്റ് എല്ലാ പഴയതും പുതിയതും അറിഞ്ഞവർ. പിന്നെ ഇങ്ങോട്ടുള്ളവരൊക്കെ പലതും നഷ്ടപ്പെട്ട് വരികയാണ്. പല കാര്യങ്ങളും, അതേപോലെ പഴയ കാര്യങ്ങളും, ഇതുപോലെ നാട്ടുകല്ലിൽ അരയ്ക്കുന്നതാണെങ്കിലും പഴയ കളികളാണെങ്കിലും പഴയ ഫുഡുകളാണെങ്കിലും അങ്ങനെ കുറേയൊക്കെ അവർക്ക് മിസ് ചെയ്യും. അതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഈ 8 കെട്ടിനുള്ളിൽ കൂടെ ഒരു റൗണ്ടൊക്കെ അടിച്ച് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. പിന്നെ ചിലരൊക്കെ നമ്മളോട് ഫോട്ടോ എടുത്ത് തരാമെന്ന് ചോദിക്കും, നമ്മൾ എടുത്തു കൊടുക്കും. നമുക്ക് എടുത്ത് തരാമെന്ന് ചോദിക്കും, നമുക്കും എടുത്തു തരും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഉള്ളൊരു ഫോട്ടോ ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു കുഞ്ഞിനോട് ചോദിച്ചിരുന്നു എടുത്ത് തരാമോന്ന് ചോദിച്ചപ്പോൾ ഫോട്ടോയൊക്കെ എടുത്ത് തന്നു. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ തിരിച്ചിറങ്ങിയിട്ട് മരത്തേൽ കയറി. ഈ ഒരു മാവും ഒരുപാട് സിനിമയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഒരുപാട് സിനിമയ്ക്കകത്ത് ഈ ഒരു സീനുകൾ കാണിക്കുന്നുണ്ട്. മാവിൻ്റെ ചുവട്ടിലുള്ളതൊക്കെ കാണിക്കുന്നുണ്ട്. രാപ്പകൽ സിനിമയ്ക്കകത്ത് ഒരുപാട് കാണിക്കുന്നുണ്ട്, ബോഡി ഗാർഡിനകത്തും കാണിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ വേറൊരു സ്ഥലത്ത് കൂടെ പോകുന്നുണ്ട്, പുഞ്ചിരിപ്പാടം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്. അതും പെട്ടെന്ന് പ്ലാൻ ചെയ്താണ് സുമേഷ് ഏട്ടൻ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ അടുത്ത് തന്നെയാണ്, അതുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ അവിടുന്ന് നേരെ ഞങ്ങൾ പുഞ്ചിരിപ്പാടത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ലോങ് വീഡിയോസ് ഞാൻ ഇങ്ങനെ ഒരുപാട് സമയം എല്ലാം ഒന്നിച്ചിടാമായിരുന്നു, പക്ഷേ എല്ലാവർക്കും അതൊരു ബോറടി ആകുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് 3 വീഡിയോ ആയിട്ട് ഇടുന്നത്. 10-15 മിനിറ്റ് ആകുമ്പോൾ എല്ലാവർക്കും ഇരുന്ന് കാണാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോ 3 സെക്ഷനായിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ പുഞ്ചിരിപ്പാടത്തെ വീഡിയോ ആണ്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ.